എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിജിത്ത് തന്റെ കൂട്ടുകാരോട് പറയണം, അതെ ആ മീനാക്ഷിക്കിട്ട് പണി കൊടുക്കാനുള്ള നല്ലൊരു അവസരം കിട്ടിയിരിക്കണെന്ന് പറയണേ. എങ്ങനെ പണി കൊടുക്കുന്നാ പറയണേ? എന്റെ ബുക്ക് തട്ടിപ്പറിച്ച് അവള് കീറിക്കളയാൻ ശ്രമിച്ചെന്ന് ഞാനത് രാധ ടീച്ചറോട് പറയുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കണ്ണൻ ചോദിച്ചു, അല്ല അത് വല്ല നടക്കുന്ന കാര്യമാണോ അഭിജിത്തെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാരണവശാലും അവരങ്ങനെ ചെയ്യില്ലെന്ന് ടീച്ചർക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. അങ്ങനെ പറയത്തില്ല. കാരണം ദിവ്യ നന്ദനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് അവരെ പിടിച്ച് പേടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയും. മീനാക്ഷി മേടിച്ച് ബുക്ക് കീറി കളയാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ടീച്ചർ അറിയുകയും ചെയ്യും. ടീച്ചർ അവർക്കിട്ട് നല്ല തല്ലും കൊടുക്കും. എനിക്കിട്ട് കിട്ടിയാനുള്ള പകരം ആകുകയും ചെയ്യുമെന്ന് പറയാം. ഈ സമയം പെട്ടെന്ന് തന്നെ കണ്ണൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ വഴിയില്ല. നിനക്കെന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. മീനാക്ഷി നിന്റെ ബുക്ക് കീറിക്കളയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മിക്കവാറും ഗിരിദേവനും ബാവയും പറഞ്ഞിട്ടായിരിക്കും എന്ന് പറയാം. ഗിരിദേവനും ബാവയൊന്നും ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് മനു പറയാ. നിന്റെ ബുക്ക് കീറിക്കളയാനൊന്നും അവരൊരിക്കലും പറയില്ല. ഇത് വേറെന്തോ ഒരു സൂത്ര. മിക്കവാറും നിന്റെ മാത്സ് ബുക്കിനകത്ത് വേറെ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് പറയാം. നീ ഒന്ന് തുറന്നു നോക്കി. അതിനകത്ത് മിക്കവാറും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാജിക്ക്. അത് ശരിയാണല്ലോ എന്നോർത്തുണ്ട് അങ്ങനെ മാത്സ് ബുക്ക് അഭിജിത്ത് ബാഗിനകത്ത് നിന്ന് എടുക്കുവാണ്. ഈ സമയത്ത് അവിടെ മാറി ഒരാൾ നിപ്പുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന അയാള് ആ ബുക്കിനകത്ത് ഒരു തന്ത്രം ഒളിപ്പിച്ചു വെച്ചിരുന്ന അയാൾ എങ്ങനെ നോക്കുക. നീ ബുക്ക് എടുക്കടാ എന്നുള്ള രീതിക്ക് അയാൾ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. പിന്നീട് ബുക്കിന്റെ ഓരോ പേജുകളായിട്ട് മറിക്കാൻ തുടങ്ങി. അങ്ങനെ മറിച്ച് അവസാനം വന്ന് ഇപ്പൊ ഒരു പേപ്പർ ഇങ്ങോട്ട് മറിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ബുക്കിനകത്തുനിന്ന് ഒരു പൊടി പോലെ എന്തോ ഒരു സംഭവം വന്ന് ഒരു പൗഡർ പോലെ ഇരിക്കും. അത് അഭിജിത്തിന്റെ മുഖത്തേക്ക് വരുവാണ്. അഭിജിത്തിന്റെ കണ്ണടയിലും മുഖത്ത് മൊത്തമായി. ഒരു നിമിഷം കണ്ണനും എല്ലാരും ഞെട്ടിപ്പോയി. എന്താണ് അത്? എന്താ പൗഡർ ആണെന്ന് ചോദിക്കുക. എനിക്കറിയില്ല എന്ന് പറയാ. നിന്റെ മുഖം മുഴുവൻ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം. എന്താന്നറിയില്ല. എന്താണത്? ഒരു കാര്യം ചെയ്യ്, കണ്ണ് പോയി തുടയ്ക്കാൻ പറയാണ്. മുഖമൊക്കെ തുടച്ചു അഭിജിത്ത്. എന്തായാലും കുഴപ്പമുണ്ട്? എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നീ വാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയം ഗിരിദേവനും ഉണ്ണിമോളും വാവയും എല്ലാരും കൂടെ നടക്കുകയാണ്. ദിവ്യയും നന്ദനയൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഗിരിദേവൻ ഒരു നിമിഷവും നിന്നു. നടക്കാൻ പാടില്ലാത്ത നടന്നു കഴിഞ്ഞെന്ന് പറയാ. ഉണ്ണിമോൾ ചോദിച്ചു, എന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര രക്ഷിക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നടക്കേണ്ട സമയത്താണ് നടക്കുമെന്ന് പറയാം. അല്ല അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? അഭിജിത്തിനെ നമ്മൾ രക്ഷിക്കാൻ നോക്കി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ആപത്തിലേക്ക് പെട്ടിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്താണ് അഭിജിത്തും കൂട്ടുകാരും അങ്ങോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അഭിജിത്തിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം ഉണ്ണിമോള് കണ്ടില്ല. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവ അഭിജിത്താണല്ലോ പോകുന്നത്, അവനൊരു കുഴപ്പമില്ലോ. എന്നിട്ട് ഗിരിദേവൻ പറഞ്ഞേ എന്തോ ആപത്ത് സംഭവിച്ചെന്ന്. എന്താ ആപത്ത്? ഒന്നും പറ്റില്ലോ എന്ന് പറയാം. അത് വഴിയെ ഉണ്ണിമോൾക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോളും എല്ലാവരും കൂടെ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ക്ലാസ്സിലൊരു കുട്ടി അഭിരാമി ഒരു പുതിയ ഫോൺ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നോക്ക് എന്റെ മാമനെ അബുദാമിന്ന് വന്നപ്പോ കൊണ്ടുവന്നാന്ന് പറയാ. ഇത് കേട്ട് നന്ദനം ഇന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാരും വാങ്ങി നോക്കുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെ ഇതിനകത്ത് സിമ്മും ഉണ്ട്. എന്റെ അമ്മ എനിക്കൊരു സിമ്മ് തന്നു. ഇത് അമ്മ അധികം ഉപയോഗിക്കാത്ത സിമ്മ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആരും ഇതിനകത്ത് കോളൊന്നും വിളിക്കത്തുമില്ല എന്ന് പറയാണ്. ഈ സമയത്ത് അഭിജിത്തും കൂട്ടുകാരും കൂടെ കയറി വന്നേ. പെട്ടെന്ന് അഭിജിത്ത് ആ ഫോണും കൂടെ തട്ടിപ്പറിക്കുവാണ്. പിന്നീട് അഭിരാമിയോട് ചോദിച്ചു, സത്യം പറ ഇത് ആരുടെ ഫോണാന്ന് ചോദിക്കുക. ഇതെന്റെ ഫോണാ, എന്റെ മാമനാ അബുദാബിയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന. നിനക്കറിയാൻ പാടില്ലേ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരില്ലെന്ന്? അതെ ഇതെങ്ങാനും രാധ ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർമാർ കണ്ടാ എങ്ങനെയാകും? ഇതേ ടീച്ചർമാർ വന്ന് നിന്റെ ഫോൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതിന് ഫോൺ പിടിക്കാനായിട്ട് അത് റിങ് ചെയ്തിട്ട് വേണ്ടേ? റിങ് ചെയ്യത്തില്ലല്ലോ. അതെന്താ ഇതിനകത്ത് സിമ്മില്ലേ? സിമ്മുണ്ട്, പക്ഷേ എങ്കില് എന്റെ അമ്മയുടെ പുതിയ സിമ്മ. ആർക്കും ആ നമ്പരൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ആരും അതിനകത്തേക്ക് വിളിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടത് അഭിജിത്ത് പറഞ്ഞു, എങ്ങാനും ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഒരു കോൾ അതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചർ നിന്നെ പൊക്കും. പിന്നീട് എന്താ സംഭവിക്കാന്ന് അറിയാവോ? നിന്നോട് പറയും ഈ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് പറയും നിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് തരത്തുള്ളെന്ന്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന അതാന്ന് പറയാണ്. ഇത് കേട്ടതും അഭിരാമിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അഭിരാമി പെട്ടെന്ന് ഫോൺ എടുത്ത് ബാഗിനകത്ത് വെക്കുകയാണ്. അപ്പൊ ടീച്ചർ വരുന്നുണ്ടെന്ന് കണ്ടതും എല്ലാ കുട്ടികളെല്ലാം കൂടെ പോയി അവനോട് സ്ഥാനത്തിരിക്കുകയാണ്. അങ്ങനെ ടീച്ചറെ ക്ലാസ്സിലേക്ക് വന്നു. ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അഭിരാമിയുടെ ബാഗിനകത്ത് ഫോൺ റിങ് ചെയ്യാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ടീച്ചർ വന്ന് അഭിരാമിയുടെ ഫോൺ കയ്യോടെ പിടികൂടുവാണ്. എന്നിട്ട് അഭിരാമി വിളിച്ചു, ഈ ഫോൺ ആരുടെയാന്ന് ചോദിക്കുകയാണ്. എന്റെയാന്ന് പറയണം. പെട്ടെന്ന് അഭിരാമിക്ക് ഭയങ്കര വെപ്രാളം വിഷമമൊക്കെ. നിനക്കറിയാൻ പാടില്ലേ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരില്ലെന്നുള്ള കാര്യം? ഈ സമയം പറഞ്ഞു, അല്ല അത് പിന്നെ എന്റെ മാമനെ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നെന്ന് പറയും. ഈ സമയം അഭിജിത്ത് കൂട്ടുകാരന്മാരോട് പറഞ്ഞു, അടുത്തായിട്ട് പറയാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയാവോ? അതെ ഇതെന്റെ കയ്യിലിരിക്കട്ടെ എന്ന്.
പിന്നെ ടീച്ചർ പറഞ്ഞു, എന്നാ ശരി, ഇതെന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയാണ്. ഇനി ചോദിക്കാൻ പോകുന്നേ അത് തരണമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് പേരൻസ് പറഞ്ഞോന്ന്. അതുപോലെ തന്നെ ടീച്ചറും പറയുകയാണ്, ഇതേ ഇനി ഈ ഫോൺ നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പേരൻസ് വന്നാൽ മാത്രമേ ഞാൻ ഈ ഫോൺ തരത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഭയങ്കര സങ്കടം വന്നു. അഭിരാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഭിരാമിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പിന്നെ ടീച്ചർ അങ്ങോട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. ഈ സമയത്ത് ആ ആളൊഴിഞ്ഞ വീട്ടിൽ അയാൾ ചെന്നിട്ട് ഇങ്ങനെ ഓരോ പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അയാളോട് ചെന്നിരുന്നിട്ട് ചോദിച്ചു, ഒരു വിഗ്രഹം പോലെ ചെറിയൊരു സംഭവം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനോട് ചോദിച്ചു, അയ്യോ എൻ്റെ പൈതല്, എൻ്റെ ദൈവം എൻ്റെ കാത്തിരുന്ന് മുഷ്ണിയോന്ന് ചോദിക്കുക. ഇതേ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചില്ല, അമൃതത്തൊന്നും നൽകിയില്ല, അപ്പൊ എന്നോട് ദേഷ്യമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് എൻ്റെ ദൈവം എന്നോട് പിണങ്ങല്ലോ കേട്ടോ എന്ന് പറയണം. അപ്പൊ ഒരു ചെറിയൊരു വ്യക്തമായിട്ട് കാണത്തില്ലാത്ത ഒരു രൂപം പോലെ ഒന്നും അവിടെ തെളിഞ്ഞു വന്നു. പിന്നീട് അതിനെ വണങ്ങുവാണ് അയാളെ വണങ്ങിയിട്ട് പറഞ്ഞു, അതെ ഇനി ഇപ്പൊ ഇങ്ങനെ കഴിയണ്ട, ആരൂടം പോലെ ഒന്ന് തരാൻ നിനക്ക് ഇരിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ട് അത്തേലേക്ക് അങ്ങോട്ട് ആഹ്വാനിച്ചങ്ങോട്ട് ഇരുത്തുവാണ്. ഒരു പ്രതിമയിലേക്ക് അങ്ങോട്ട് ഇരുത്തുവാണ്. അതെ ഞാനിന്ന് താമസിച്ചു പോയത് എന്താണെന്നറിയാവോ, ആ കുട്ടികളുടെ പുറകെ പോയതുകൊണ്ടാ നിന്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാത്തതെന്ന് പറയുവാണ്. അതിനുശേഷം കാണിക്കണ ആകെപ്പാടെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് ഇരുന്ന് കരയുവാണ് അഭിരാമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉണ്ണിമോളും ദിവ്യ നന്ദനയൊക്കെ അരികിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നീട് ദിവ്യ പറഞ്ഞൊരു കാര്യം ചെയ്താലോ, നമുക്ക് ടീച്ചറോടൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷെ ടീച്ചറോട് പോയി ചോദിക്കുകയാണെങ്കിൽ ടീച്ചർ ആ ഫോൺ തരുമായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, ടീച്ചറോട് പറഞ്ഞാൽ മതി, മാമും കൊണ്ടുവന്നാണ്, അപ്പൊ എല്ലാരും കാണിക്കാൻ കൊണ്ടുവന്നാന്ന് ടീച്ചർക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവുമല്ലോ. അങ്ങനെ പറയാണ്. ഈ സമയം ഗിരിദേവൻ അങ്ങോട്ട് വന്നു. ഗിരിദേവൻ പറഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവ ഞങ്ങൾ ടീച്ചറോട് പോയി ഫോൺ ചോദിക്കാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, പോയി ചോദിച്ചിട്ട് പ്രയോജനമൊന്നും ഇല്ല, എന്നാലും ഗിരിദേവ ഒരു ഫോണല്ലേ, അവളെ അത് യൂസ് ചെയ്യുന്നല്ലോ, എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ, ഒന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിരാമിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗിരിദേവനും ഭാവിയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിക്കുവാണ്. അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് കയറിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ആ ഫോണ് തരാമോ എന്ന് അഭിരാമി ചോദിക്കുക. അത് കേട്ടും ടീച്ചർ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ടീച്ചറെ, അതിന് മാമൻ കൊണ്ടുവന്ന, ഞാനത് വിളിക്കാൻ വേണ്ടി ഒന്നും കൊണ്ടുവന്നല്ല, ഫ്രണ്ട്സിനെ എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറയാം. ഇത് കേട്ടത് മാരാർ മാഷ് പറഞ്ഞു, അതങ്ങോട്ട് കൊടുത്തേരെ ടീച്ചറെ, പാവം കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രാധ ടീച്ചർ പറഞ്ഞു, ശരിയാ അതങ്ങോട്ട് കൊടുത്തേരെ, എന്തിനാ അത് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആ ടീച്ചർ പറഞ്ഞു, ഇതങ്ങനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇവളുടെ വീട്ടിൽ നിന്ന് വരട്ടെ, ഇവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നാൽ മാത്രം ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട മാരാർ മാഷ് പറഞ്ഞു, അതിനൊക്കെ ഉണ്ടോ എൻ്റെ ടീച്ചറെന്ന് ചോദിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരൊക്കെ പറഞ്ഞാലും ശരി, ഇനിയിപ്പോ ഇവളുടെ വീട്ടുകാർ വരാതെ ഞാൻ ഈ ഫോൺ തിരികെ നൽകില്ലെന്ന് പറയാണ്. അഭിരാമിക്ക് വല്ലാത്ത വിഷമായി. അഭിരാമി സങ്കടപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോരുവാണ്. ഉണ്ണിമോളും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ ക്ലാസ് വന്നപ്പോൾ ഗിരിദേവനും അഭിജിത്തും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഗിരിദേവനോട് വന്ന് ഉണ്ണിമോള് പരാതി പറയാണ്, ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടിച്ചപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അതെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടെ പോയി ചോദിക്കണ്ടെന്ന്, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഫോൺ തരത്തില്ല എന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ, ടീച്ചർ എന്താ ഫോൺ തരാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്താണെന്നറിയാവോ, അഭിജിത്ത് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ഫോൺ തരണമെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരണമെന്ന്. അഭിജിത്ത് അങ്ങനെ പറഞ്ഞോണ്ടാ ഇനിയിപ്പോ ഫോൺ കൊടുക്കണമെങ്കിൽ പോലും അഭിരാമിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാതെ അഭിരാമിക്ക് ആ ഫോൺ കിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ടോ അഭിരാമിക്ക് വല്ലാത്ത വിഷമായി. ഉണ്ണിമോള് പറഞ്ഞു, അതെന്താ ഗിരിദേവ അങ്ങനെയെന്ന് ചോദിക്കുക. അതങ്ങനെയാന്ന് പറയാണ്. അയ്യോ ഇത് മാരാർ മാസ്റ്ററുടെ പീരീഡ് അല്ലേന്ന് പെട്ടെന്ന് നന്ദന ചോദിക്കുകയാണ്. അതെ, അയ്യോ ഹോംവർക്കൊക്കെ ചെയ്തില്ലെങ്കിൽ സാറിന്റെ കയ്യിൽ നല്ല തലയുണ്ട്, ഇപ്പൊ തന്നെ സാറ് വരുമെന്ന് പറയാണ്. പെട്ടെന്ന് മനു പറഞ്ഞു, അയ്യോ ഞാനാണ് ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അഭിജിത്ത് പറഞ്ഞു, തീമേ ഞാനാണ് ഇന്നലെ പഠിച്ചിട്ട് എൻ്റെ തലമണ്ടയിലേക്കൊന്നും കയറിയിട്ടുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് എക്സാം ഉള്ളല്ലേന്ന് ചോദിക്കുക. അതെ എക്സാം ഉണ്ട്. പെട്ടെന്ന് അഭിജിത്ത് പറഞ്ഞു, അതെ മാരാർ മാഷ് ക്ലാസ്സിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു, ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആ സ്റ്റെപ്പേന്നെങ്ങാനും കാല് തെറ്റി വീണ് തല പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോവാണെങ്കിൽ മാരാർ മാഷ് ഇന്നിങ്ങോട്ട് വരത്തില്ലല്ലോ, അങ്ങനെ എക്സാം മുടങ്ങിപ്പോയില്ലെന്ന് ചോദിക്കുക. ഈ സമയത്ത് ഗിരിദേവന് ഒന്ന് നോക്കുന്നുണ്ട് അഭിജിത്തിനെ, പക്ഷേങ്കിൽ അഭിജിത്തിന്റെ കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് മാരാർ മാഷ് ക്ലാസ്സിലേക്ക് വരാനായിട്ട് സ്റ്റെപ്പർ ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വരുന്ന വഴിക്ക് സ്റ്റെപ്പേന്ന് വീണ് മാരാർ മാഷിനെ തല പൊട്ടുവാണ്, തല പോയി ഇടിച്ചിട്ട്. അങ്ങനെ ചോര കുളിച്ച് കിടക്കുന്ന മാരാർ മാഷിനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്താണ് അഭിജിത്തും കൂട്ടുകാരും അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് മനു വെച്ചേടാ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ, നിന്റെ വന്നെ കരുനാക്കണോ, അതേ മാരാർ മാഷ് തല പൊട്ടി പോകുന്നു പറയണം. ഇല്ലടാ അങ്ങനൊന്നും ഇല്ല, സത്യം പറയടാ എന്നും പറഞ്ഞിട്ട് അവന്റെ നാക്കൊക്കെ പിടിച്ച് നോക്കുവാണ്, വല്ലതാ കരുനാക്കുണ്ടോന്ന്. കരുനാക്കൊന്നുമില്ല, പിന്നെ ഇത് എന്താടാ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. എനിക്കറിയത്തില്ല, നീ വാടാന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്.
ഈ സമയം ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമായി. ഉണ്ണിമോൾക്ക് മനസ്സിലായി ഇത് അഭിജിത്ത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെയുള്ളത്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.